സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിന്റെ വാർത്തകൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ മേക്കപ്പ് മാൻ രഞ്ജിത്ത് ഗോപിനാഥൻ പിടിയിലായത്. സംഭവത്തിൽ തുടരന്വേഷണത്തിന് ഒരുങ്ങുകയാണ് എക്സൈസ്. സിനിമാ ലൊക്കേഷനുകളിൽ നിരീക്ഷണം ശക്തമാക്കും. കൊച്ചി സ്വദേശിയിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയത് എന്നാണ് രഞ്ജിത്ത് ഗോപിനാഥൻ എക്സൈസിന് നൽകിയ മൊഴി. ഇവിടെ നിരവധി പരാതികൾ ഈ പറയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പല നടന്മാരെ കുറിച്ചും എന്ത് പ്രശ്നം അവർ സെറ്റിലുണ്ടാക്കിയാലും ആ സിനിമയുടെ നിർമ്മാതാവ് അതിന്റെ റിസ്ക് എടുക്കേണ്ടി വരും. ഉണ്ടാകാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിന്റെ പഴി കേൾക്കുന്ന മുഴുവൻ നമ്മളടക്കമുള്ളവരാണ്. മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ആദ്യം തുറന്നു പറഞ്ഞത് നിർമ്മാതാക്കളുടെ സംഘടനയാണ്. പിന്നാലെ പോലീസും എക്സൈസും ചിലയിടങ്ങളിൽ പരിശോധനയും നടത്തി. എന്നാൽ എല്ലാം അവസാനിച്ചു. വീണ്ടും ഒരു സിനിമാ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നു. സിനിമാ മേഖലയിൽ വീണ്ടും നിരീക്ഷണം ശക്തമാക്കാൻ എക്സൈസ് തീരുമാനിക്കുന്നു. വമ്പന്മാർ കുടുങ്ങുമോ? സിനിമാ മേക്കപ്പ് മാൻ പിടിയിലായതിന് പിന്നാലെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി സിനിമാ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കാനാണ് എക്സൈസ് തീരുമാനം. സിനിമാക്കാർക്ക് ലഹരി നൽകുന്നവരുടെ പട്ടിക തയ്യാറാക്കും. മുൻപ് ലഹരി കേസിൽ പിടിയിലായ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ ഹോട്ടൽ റൂമിൽ സിനിമാ താരങ്ങൾ എത്തിയത് വലിയ വിവാദമായിരുന്നു. ചില തുടർ പരിശോധനകൾ നടത്താൻ പോലീസും എക്സൈസും ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. എന്നാൽ നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ പരിശോധനകൾ കടുപ്പിക്കും. 10,000 രൂപയ്ക്ക് 50 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചി സ്വദേശിയിൽ നിന്ന് വാങ്ങിയെന്നാണ് ഇന്നലെ പിടിയിലായ രഞ്ജിത്ത് ഗോപിനാഥന്റെ മൊഴി. വാഗമണിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് രഞ്ജിത്ത് ഗോപിനാഥനെ എക്സൈസ് പിടികൂടുന്നത്. കാറിൽ നിന്ന് 45 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യൽ രഞ്ജിത്ത് ചില കാര്യങ്ങൾ എക്സൈസിനോട് പറഞ്ഞു. 3 വർഷമായി കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് താൻ ഈ കഞ്ചാവ് വാങ്ങിയത് കൊച്ചിയിൽ നിന്നുള്ള ഒരാളുടെ പക്കൽ നിന്നാണ്. 50 ഗ്രാം കഞ്ചാവ് ലഭിച്ചത് 10,000 രൂപയ്ക്ക്. മറ്റാർക്കും ഈ കഞ്ചാവ് കൈമാറിയിട്ടില്ലെന്നാണ് രഞ്ജിത്ത് പോലീസിനും എക്സൈസിനും ഒക്കെ നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ ഈ മൊഴിയൊന്നും പോലീസും എക്സൈസും കാര്യമായി മുഖവരക്കെടുത്തിട്ടില്ല. രഞ്ജിത്തിന്റെ ഈ അറസ്റ്റോടുകൂടി സിനിമാ മേഖലയിലാകെ പരിശോധന ശക്തമാക്കാനാണ് ഇരുവിഭാഗങ്ങളുടെയും തീരുമാനം. നേരത്തെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ സംവിധായകന്റെ ഹോട്ടൽ മുറിയിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പുലർച്ചെ വരെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ലഹരി സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല. പിന്നാലെ എക്സൈസ് നടപടിക്കെതിരെ ഫെഫ്ക മന്ത്രി MP രാജേഷിന് പരാതി നൽകിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിവരം കൃത്യമാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ ലൊക്കേഷനിലെ പരിശോധനയിലേക്ക് കടക്കൂ. ഡ്രഗ് ഫ്രീ സോൺ ഫോർട്ട് കൊച്ചി. ഇതുപോലെ കേരളത്തിന്റെ എല്ലാ മുക്കും മൂലയും എല്ലാ മേഖലകളും മയക്കുമരുന്ന് രഹിതമാകണം. സിനിമാ മേഖലയും. കൊച്ചിയിൽ നിന്ന് സന്തോഷ് ശേഖർക്കൊപ്പം വിഷ്ണു സുരേഷ്, 24.